ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഗോവയിൽ വന്നിട്ട് ബൈക്ക് അല്ലെങ്കിൽ കാർ റെൻറ്റിനെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? നമ്മുടെ കയ്യിൽ മസ്റ്റായിട്ട് നമ്മുടെ ലൈസൻസ് ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല എക്സ്ട്രാ ഒരു ഐ ഡി പ്രൂഫ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇത് രണ്ടും കൊടുത്ത് ഇവരൊന്ന് നോക്കിയിട്ട് നമ്മൾക്ക് ലൈസൻസ് തിരിച്ച് തരും. അതിനുശേഷം ഒരു ഫോമും തരും. ആ ഫോമിൽ നമ്മുടെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും എത്ര ദിവസത്തേക്കാണ് നമ്മൾ വണ്ടി എടുക്കുന്നതെന്നും എല്ലാം അതിൽ മെൻഷൻ ചെയ്യുക. അതിനുശേഷം അവർ നമുക്ക് താക്കോൽ ഹാൻഡ് ഓവർ ചെയ്യും. അപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഫോണിൽ ഈ വണ്ടിയുടെ ഫുൾ വീഡിയോ, അതായത് വണ്ടിക്ക് എന്തെങ്കിലും തട്ടോ മുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ചെക്ക് ചെയ്യുക. ടയർ ചെക്ക് ചെയ്യുക, ബ്രേക്ക് ചെക്ക് ചെയ്യുക, അങ്ങനെ എല്ലാ സംഭവങ്ങളും ചെക്ക് ചെയ്ത് അവരോട് നമ്മൾ പറയുക. പറയുന്നതിനൊക്കെ നമ്മളൊരു വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്ത് വെക്കുക. പിന്നെ സ്കൂട്ടറിനാണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തേക്ക് അവർ 800 രൂപയൊക്കെ പറയും. നമുക്കത് ബാർഗെയിൻ ചെയ്ത് ഒരു 500 രൂപയ്ക്കൊക്കെ നമുക്ക് ബൈക്ക് കിട്ടും. പിന്നെ ഡെപ്പോസിറ്റ് ആയിട്ട് ഒരു 500 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് എന്തായാലും അവർ മേടിക്കും. അത് നമ്മൾ തിരിച്ച് കീ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വണ്ടിക്ക് പ്രശ്നമൊന്നും ഇല്ലയെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ നമുക്ക് ആ കാശ് തിരിച്ചു തരും. കാർ എടുക്കുന്നവരായാലും ശ്രദ്ധിക്കുക, ബ്രേക്ക് ഇഷ്യൂ ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ കാറിന്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുക. ചെയ്തതിന് ശേഷം മാത്രമേ അവരിൽ നിന്ന് വണ്ടി നമ്മൾ വാങ്ങാവൂ. തിരികെ വന്നിട്ട് അവർ ആ പ്രശ്നം ഈ പ്രശ്നം എന്നു പറഞ്ഞു കഴിഞ്ഞാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കുക. വണ്ടിയുടെ പേപ്പർ എല്ലാം കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യുക. അതുമാത്രമല്ല, വണ്ടിക്ക് വേറെ ചെല്ലാനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലയെന്ന് ഉള്ള കാര്യം ഉറപ്പ് വരുത്തുക. പിന്നെ ഹെൽമെറ്റ് മസ്റ്റാണ്. വണ്ടി ഓടിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് മസ്റ്റാണ്. കൂടെ ഉള്ളവർക്ക് ഹെൽമെറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.